DQ-നെ വെച്ചിട്ട് യമണ്ടൻ പ്രേമകഥ ചെയ്തു. അപ്പോൾ ഇനി എപ്പോഴാണ് അച്ഛനെ മമ്മൂക്കേനെ വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടാവോ? അച്ഛനല്ലേ, ദുൽഖറിന്റെ അച്ഛൻ മമ്മൂട്ടി, അതെ, മമ്മൂക്കയുടെ മോൻ ദുൽഖർ, അതാണ് കറക്റ്റ്. ഇപ്പൊ ഞങ്ങളൊരു പുതിയൊരു പരിപാടി എഴുതി വെച്ചിട്ടുണ്ട്. അമർക്ക് ബന്ധുണയൊക്കെ പോലെ A to Z ഹ്യൂമറാണ് എഴുതി വെച്ചേക്കുന്നത്. മമ്മൂക്കടെ ഞാൻ വായിച്ചെങ്കിൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായിട്ട് കൈവറച്ചിട്ട് വിഷ്ണുവിന്റെ ലഭിച്ചു. എന്താ അങ്ങനെ? എനിക്ക് മമ്മൂക്കനെ കുറച്ചും കൂടി എന്തോ ഐറ്റം കൂടുതലുണ്ട്. പേടിയാണോ? പേടിയടിക്കില്ല, നായകനാവണമെന്നാണ് എനിക്ക്. അന്ന് പിന്നെ നമ്മുടെ പരിമിതികളൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. BA ഹിന്ദി, MA ഹിന്ദി, MPhil, B.Ed, ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് എനിക്ക്. ഞാൻ എറണാകുളം ഗേൾസ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കൊല്ലം അധ്യാപകനായിട്ട്. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. പാട്ട് ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ഇട്ട് അവസാനിപ്പിച്ച. അന്നത്തെ കാലത്ത് പാട്ട് പാടുമ്പോൾ ഭയങ്കര സിമ്പതിയോടെ ആൾക്കാർ ഇങ്ങനെ നോക്കും. ഞാനൊരു വയ്യാത്ത കുട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പാട്ട് പാടുന്നതും കൂടി ആകുമ്പോൾ ഭയങ്കര സിമ്പതി അടിക്കും. അപ്പം എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ മിമിക്രി തിരഞ്ഞെടുത്തത്. ആളുകളുടെ മുഖത്ത് തന്നെ കാണുമ്പോൾ ചിരി വരെ. അപ്പം മരിച്ചത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു മാറ്ററുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ടാക്കിൾ ചെയ്യാം. ബാക്കിയെല്ലാം എനിക്ക് ബോണസാണ് ദൈവം തന്നേക്കുന്നത്. നല്ലൊരു മാതാപിതാക്കളെ കിട്ടി, ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ല വസ്ത്രത്തിലാണ് ഇരിക്കുന്നത്, എനിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടി, 2 പെങ്ങന്മാരെ കിട്ടി, എന്നെപ്പോലെ ഒരു ഡിസേബിളായ ആൾ. ഇപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് എൻ്റെ 11ാമത്തെ സിനിമയാണ്, ഹീറോ പടം. ലോകത്ത് അങ്ങനെ ഒരാൾ ഹീറോ പടം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇതെല്ലാത്തിലും നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനൊന്നേ പലർക്കും അതിൻ്റെ വില മനസ്സിലാവില്ലേ. നമ്മൾ ചെയ്തു കൊടുത്തത് മറന്നുപോകും. നമ്മൾ ചെയ്തു കൊടുക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഓർത്തിരിക്കും. ആ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ നമ്മളെ ബ്ലെയിം ചെയ്യും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മോശം എന്നാൽ പ്രകൃതിയും യൂണിവേഴ്സും മനുഷ്യരും ഒക്കെ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതാരും ചെയ്യില്ല. അപ്പോൾ മിർച്ചിയിൽ നിന്ന് ശുക്രൻ മൂവിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കൂടെയുള്ളത് ബിബിൻ ജോർജ് ആണ്. ചേട്ടാ നമസ്കാരം. അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ചോദിക്കാനുള്ള ഒരു കാര്യം, ചേട്ടൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കോളേജിലാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് മൈക്ക് ഓഫായി പോയപ്പോൾ ചേട്ടൻ ആ മൈക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്ന ഒരു സാധനം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു സ്റ്റേജിൽ നിൽക്കാനുള്ള ആ ഒരു ധൈര്യം ശരിക്കും എവിടെ നിന്നാണ് കിട്ടിയത്? അന്നത്തെ സ്കൂളിലെ സംഭവം എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് ഞാൻ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് സ്പീച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു ടീച്ചർ ഓൾറെഡി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ കറണ്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് പോസാക്കിയിട്ട് പിന്നെ അത് കറണ്ട് വരുമ്പോൾ തുടങ്ങും. അങ്ങനെ ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എഡ്യൂക്കേഷൻ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും കൂടി ആഡ് ചെയ്തിരുന്നു എൻ്റെ സ്പീച്ചിൽ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ പഠിച്ച് പരീക്ഷ എഴുതുന്നത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനായിട്ടാണ് കുട്ടികളെ ഇപ്പം നിലവിൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മാർക്കിനൊക്കെ കുറഞ്ഞൊക്കെ പോകുമ്പോൾ പിള്ളേർ പോയി ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തിനാ ഏറ്റവും അധികം പറയുന്നത്, ഇപ്പോൾ ഇവിടെ കറണ്ട് പോയപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം എന്നുള്ളത് പോലും ഒരു എഡ്യൂക്കേഷനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വലിയ കാര്യത്തിൽ അത് പറഞ്ഞിട്ടപ്പോൾ എനിക്ക് വീണ്ടും പണി കിട്ടി. നേരെ കറണ്ട് പോയി. അപ്പോൾ എനിക്കൊരു നിമിഷം ഞാൻ സെക്കൻഡ് തീരുമാനിച്ചാണ് ഞാൻ അത് നേരെ പുറത്തു പോയിട്ട് ഉറക്കെ പറഞ്ഞത്. അതിനാണ് ആ കൈ കിട്ടിയത്. ആണല്ലേ, നല്ലൊരു അടിപൊളി വീഡിയോ ആയിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് കിട്ടട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ശുക്രൻ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിലൊരു ക്യാരക്ടർ എങ്ങനെയാണ് ചേട്ടൻ്റെ? ഇതിൽ നന്ദു എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. എന്താ പറയുക, പഴയ ബോംബകഥയ്ക്കും മാർഗംകളിക്കും ശേഷം എനിക്കൊരു ആ മൂഡിൽ അല്ലെങ്കിൽ ആ ഒരു ഫീലുള്ള ഇമോഷൻ ക്യാരി ചെയ്യുന്നൊരു ക്യാരക്ടറാണ് നന്ദു. എനിക്ക് ആ സിനിമയുടെ ഒക്കെ ഒരു മൂഡ് ഈ പടത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹ്യൂമർ അല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു ഹ്യൂമർ പടം അല്ല. നമ്മളൊക്കെ ആകുമ്പോൾ ഇതിൽ ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ഹ്യൂമറോടോ അല്ല. ഇത് റോംകോം ത്രില്ലറാണ്. ക്യാരക്ടേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യുന്ന അങ്ങനത്തെ ഒരു മൈൻഡാണോ, അല്ലെങ്കിൽ അത്രയും ഈ പറയുന്ന പോലെ ഇടോ എനിക്കൊന്നും അങ്ങനെ ഭയങ്കര പരിപാടികളൊന്നും വരുന്നില്ല. അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അയാൾ ഹീറോ ആയിട്ട് നിൽക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ എന്നോട് ഇന്നാൾ കുറേ പേര് പറഞ്ഞു, മറ്റേ ഇവരെയൊക്കെ പോലെ ചൂസ് ചെയ്തുകൂടെ, ചോയ്സ് ആയിക്കൂടെ, അതിൽ 2-3 പടമൊക്കെ വർക്കാവാണ്ടാക്കുമ്പോൾ അങ്ങനെ പറയും. ആക്ച്വലി എനിക്ക് പറയാനുള്ളത്, എനിക്ക് മറ്റേ ബാഹുബലി ഞാൻ മാറ്റി വെച്ചിട്ടല്ല വേറെ പടങ്ങൾ ചെയ്യണത്. പരിപാടികൾ വരണം. എനിക്കൊക്കെ വരുന്നതിന് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ്. എന്നെ വെച്ചൊരു പടം ഹീറോ ആക്കിയിട്ടോ അല്ലെങ്കിൽ വേഷം തരുന്നവരോട് ഭയങ്കര നന്ദിയോടുകൂടി ഞാൻ അവരെ ഓർക്കുന്നു. അതിൽ തമ്മിൽ ഭേദം ഞാൻ ചൂസ് ചെയ്യുന്നു. അത് ബെറ്റർ ആക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുന്നു എന്നല്ലാതെ എനിക്കൊന്നും അങ്ങനെ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലത്തെ അങ്ങനെ ഭയങ്കരമായ വിളികളോ കഥകളോ പരിപാടികളോ ഒന്നുമില്ല. പ്രൊജക്റ്റുകളോ എല്ലാം ഉണ്ടാവുന്നത് നമ്മൾ അതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ടിട്ടാണ്.
ഇപ്പൊ ഈ സിനിമേന്റെ പേര് പോലെ ശുക്രൻ, അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ശനി. ശനി തന്നെയല്ലേ? അപ്പൊ ഇത് രണ്ട് ലൈഫിൽ അടിച്ച മൊമെന്റ് ഉണ്ടോ? ശനി അടിച്ച് ശുക്രൻ അടിച്ച പോലത്തെ മൊമെന്റ് ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഓൾവേസ് ശുക്രൻ. ശുക്രൻ തന്നെയാണ്. ശനി എന്ന് പറയാൻ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മളതിനെ അങ്ങനെയല്ല കാണുന്നത്. ശനിയായിട്ട് എടുക്കൂല. എനിക്ക് എൻ്റെ ഒറ്റ കാര്യത്തിൽ എൻ്റെ അപ്പം മരിച്ചത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു മാറ്ററുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ടാക്കിൾ ചെയ്യാം. ബാക്കിയെല്ലാം എനിക്ക് ബോണസാണ് ദൈവം തന്നേക്കുന്നത്. നല്ലൊരു മാതാപിതാക്കളെ കിട്ടി, ഞാൻ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ല വസ്ത്രത്തിലാണ് ഇരിക്കുന്നത്, എനിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടി, 2 പെങ്ങന്മാരെ കിട്ടി, നല്ലൊരു ഭാര്യ, നല്ലൊരു വൈഫ്, കുഞ്ഞ്, എനിക്ക് നല്ലൊരു കരിയർ. എന്നെപ്പോലെ ഒരു ഡിസേബിളായ ആൾ. ഇപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് എൻ്റെ 11ാമത്തെ സിനിമയാണ്, ഹീറോ പടം. ലോകത്ത് അങ്ങനെ ഒരാൾ ഹീറോ പടം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. മലയാളികൾ എന്നെ സ്വീകരിച്ചു, സ്നേഹിക്കുന്നു. ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വന്ന വഴി ആ ചേച്ചി എന്നെ കണ്ടിട്ട്, നമ്മുടെ അടിക്കുന്ന ചേച്ചി, ആ ചേച്ചി എന്നെ കണ്ടിട്ട് മോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇതൊക്കെ അല്ലേ സന്തോഷം. ഇതെല്ലാത്തിലും നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഹാപ്പി ആയിരിക്കും. നമുക്ക് എല്ലാത്തിനും പരാതിയാണെങ്കിൽ പരാതി തന്നെ ആയിരിക്കും, ജീവിതാവസാനം മുഴുവൻ പരാതിയായിരിക്കും. അപ്പൊ അതേപോലെ ഇപ്പോ സിനിമയിൽ അഭിനയിക്കുന്ന നടനായിട്ട് അങ്ങനെ അറിയപ്പെടാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നടൻ തന്നെ. ഡയറക്ഷൻ ഒന്നും? ഡയറക്ഷൻ ഒരു വലിയൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അതായത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ, ഒരുപാട് പുതിയ ആളുകൾ, അവർക്കൊക്കെ നമ്മൾ മുകളിൽ കയറി പോകുമ്പോൾ അവർക്കൊരു അവസരം വേണമല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് വെടിക്കെട്ട് എന്ന് പറഞ്ഞ പടം ഉണ്ടാകുന്നത്. ഒരു 230 മുകളിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്ത പടമാണ് അത്. അപ്പം അത് കഴിഞ്ഞു, അത് ആ ഒരു മോഹം കഴിഞ്ഞു. ഇനി ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുനാൾ പോലുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ നടക്കുന്നത്. റൈറ്ററായിട്ട് നിലനിൽക്കണം, അതിൻ്റെ ഒപ്പം തന്നെ നായകനാവണം, വില്ലനാവണം, എല്ലാ വേഷവും ചെയ്യണം. എനിക്ക് ഇന്നതൊന്നുമില്ല, അഭിനയിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ വില്ലനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ കുറേ സിനിമയിൽ വില്ലനായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വില്ലൻ തരുമോ എന്ന് പറഞ്ഞ് വാങ്ങുന്നതാണോ, അല്ലെങ്കിൽ വില്ലനായിട്ട് തോന്നിയിട്ട് അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നതാണോ? ഫസ്റ്റ് നെഗറ്റീവ് റോൾ ചെയ്യുന്നത് രാവ് എന്നും പറഞ്ഞിട്ടൊരു പടമാണ്. ഞാൻ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല, പഴയതാണ്, എൻ്റെ 2ാമത്തെ സിനിമയാണ് അത്. അജിത് പെഗാസിസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പടത്തിലാണ് ഞാൻ നെഗറ്റീവ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് റോൾ മോഡൽസാണ്. ഫഹദ് ഫാസിലിൻ്റെ, പുള്ളിയുടെ വില്ലനായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് യമണ്ടൻ പ്രേമകഥയാണ്. യമണ്ടൻ പ്രേമകഥയിൽ ഞാൻ തന്നെയല്ലോ എഴുതിയത്, ഞാൻ തന്നെ ചൂസ് ചെയ്ത. കാരണം ബോംബ് കഥ ഹിറ്റായിട്ട് നിൽക്കുക. ബോംബ് കഥയിലെ വേഷവും ഇതും തമ്മിൽ ആനാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആളുകളെ ഇവൻ ഈ പാവമായിട്ട് അഭിനയിച്ചാൽ തന്നെയുള്ള അത് ചെയ്തതെന്ന് പറയുമ്പോൾ റേഞ്ച്, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. റേഞ്ച് എത്തിയോ ഇല്ലയോ എന്നുള്ളത് ഓഡിയൻസ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള പ്ലാൻ അതായിരുന്നു. പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാണ് കേട്ടോ, ഞാനൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ആ ടാക്സി ഡ്രൈവർ പറഞ്ഞാണ്, ഇങ്ങനെ സംസാരിച്ചപ്പോൾ എപ്പോഴോ ചേട്ടൻ്റെ ഒരു പേര് വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഭയങ്കര ഭക്ഷണം കഴിക്കുന്ന ആളാ, എനിക്കൊക്കെ കുറെ ഭക്ഷണമൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഫുഡിനോട് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളാണോ? ഫുഡിനോട് താല്പര്യമുള്ള ആളാണ്. പക്ഷെ ഞാൻ ഏറ്റവും ഡയറ്റ് എടുത്ത് ജീവിച്ചിരുന്ന ആളാണ്. അതായത് ഒരു 10-21 വയസ്സ് എഴുത്തായിരുന്നുകൊണ്ട് ഫുള്ള് ഫുഡായിരുന്നു. അപ്പോൾ ഞാൻ 98 kg ആയിരുന്നു സത്യത്തിൽ. നോക്കടോ, ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. ഇത്ര രീതിയിൽ കുറച്ച് ഞാൻ. അപ്പൊ ഇപ്പൊ ഒരു പുതിയ പടത്തിന് വേണ്ടി ഇത്തിരി കൂട്ടുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത്രയും വണ്ണം വെച്ച് നടക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയൊരു പടത്തില് വണ്ണം വേണ്ട ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഇത്തിരി കൂട്ടിയേക്കണത്. ശുക്രനിലൊക്കെ കണ്ടില്ല മെലിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ ശുക്രന്റെ പ്രൊമോഷന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു, എല്ലാരും ലോറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അതെന്താ ശരിക്കും വെറൈറ്റി ആയിട്ട്? ഇല്ല, ആ പടത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ലോറി. അതുകൊണ്ടിട്ടാണ് ഇപ്പൊ തൊമ്മനും മക്കളിൽ ലോറി ഒരു പ്രധാന കഥാപാത്രമല്ലേ. അങ്ങനെ കുറെ പടങ്ങളില്ലേ, അതേപോലെ മെയിൻ ക്യാരക്ടറാണ് ലോറി. അതുകൊണ്ടാണ് അതിൽ പ്രൊമോഷന് വരുന്ന വീഡിയോ അല്ലേ അതല്ലേ? അപ്പൊ അങ്ങനെ വന്നതാ ശ്രദ്ധിക്കാൻ. കണ്ടന്റ് പോവാന്നുള്ള പരിപാടിയുള്ളൂ. ഇപ്പൊ യമണ്ടൻ പ്രേമകഥ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ഇതിലൊക്കെ ഉറ്റ സുഹൃത്തായ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെ. മാജിക് മഷ്റൂമിൽ നമ്മൾ കണ്ടില്ല, എന്ത് പറ്റി? മാജിക് മഷ്റൂം വിഷ്ണുവിനെയാണ് ആദ്യം കഥ കേൾപ്പിച്ചത്, ആകാശ് ദേവ് എന്ന് പറഞ്ഞ റൈറ്റർ. വിഷ്ണു അത് അവന് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ആകാശ് ദേവ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന സിനിമയാണ് ആ പടം. പിന്നെ എപ്പോഴൊക്കെയോ അത് മാറിയിട്ടാണ് നാദിഷ്കയിലേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നെ അതിൽ നമുക്കൊരു സ്പേസ്, സത്യത്തിൽ എന്നെ സ്ക്രിപ്റ്റൊക്കെ കേൾപ്പിച്ചാണ്, അതിലൊരു സ്പേസോ അതിന് നമുക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സത്യം പറഞ്ഞ 2 ഇൻഡിവിജ്വൽസ് ആണ്. എല്ലാ കാര്യത്തിലും സ്നേഹവും സപ്പോർട്ടും ചെയ്യുന്ന 2 ഇൻഡിവിജ്വൽസ് ആണ്. അതുകൊണ്ടാണ് മാജിക് മഷ്റൂമിൽ ഇല്ലായിരുന്നത്. പിന്നെ ഇപ്പോൾ DQനെ വെച്ചിട്ട് ആ യമണ്ടൻ പ്രേമകഥ ചെയ്തു. അപ്പോൾ ഇനി എപ്പോഴാണ് അച്ഛനെ മമ്മൂക്കേനെ വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടാവോ?
അച്ഛനും അല്ലേ, ദുൽഖറിന്റെ അച്ഛൻ മമ്മൂട്ടി, അതെ, മമ്മൂക്കയുടെ മോൻ ദുൽഖർ, അതാണ് കറക്റ്റ്. ഉണ്ടാവോ, നമുക്ക് പ്രതീക്ഷിക്കാമോ? ഞാൻ പ്രതീക്ഷിക്കാമെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ പ്ലാനല്ലല്ലോ. ഇപ്പം ഞങ്ങളൊരു പുതിയൊരു പരിപാടി എഴുതി വെച്ചിട്ടുണ്ട്. അത് പക്ഷെ മമ്മൂക്കയുടെ പരിപാടിയല്ല, പക്ഷെ വേറൊരു പരിപാടിയാണ്. അത് ഒരു ത്രൂ ഔട്ട് അമറക്ക് ബന്ധുണിയൊക്കെ പോലെ A to Z ഹ്യൂമറാണ് എഴുതി വെച്ചേക്കുന്നത്. ആ പടമായിരിക്കും ഇനി ഈ കൊല്ലം വരാൻ പോകുന്നത്. ഇപ്പോൾ DQ-നെയൊക്കെ വെച്ച് ചെയ്തു സിനിമ, ഇനിയിപ്പോ ഒരാളെ വെച്ചിട്ട് എനിക്ക് ഒരു സിനിമ പിടിക്കണം, അങ്ങനെ എന്തെങ്കിലും സ്വപ്നം ഉണ്ടോ? അത് തീർച്ചയായിട്ടും മമ്മൂക്കേനെയും ലാലേട്ടനെയും തന്നെയാണ്. അതെല്ലാ എഴുത്തുകാരുടെയും ഒരു ഉണ്ട്. എന്നുവെച്ചാലേ ഇവരൊക്കെ നമ്മുടെ ബ്ലഡിൽ കിടക്കുന്നവരാ. എന്നുവെച്ചാൽ കുഞ്ഞുനാൾ പോലെ സിനിമ കാണുകയല്ലേ. അപ്പോൾ ഇവരുടെ മാൻഡ്രസവും ഹീറോസും, ഞങ്ങൾ ലാലേട്ടനെ വെച്ചിട്ടൊരു കഥ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അന്ന് ലാലേട്ടന് അത് വർക്കായില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, സ്വാഭാവികമായിട്ടും അത് കൂടുതലായിരിക്കും. അപ്പോൾ ലാലേട്ടന്, പക്ഷെ ഞാനതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തത്. കാരണം കഥ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വർക്കാവുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലായി ലാലേട്ടൻ അത് വർക്കാവുന്നില്ല എന്ന്. നമുക്ക് കഥ വായിക്കുമ്പോൾ വൈബ് മനസ്സിലാവുമല്ലോ. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മനസ്സിലായി എന്തായാലും റിജക്റ്റ് ചെയ്യുമെന്ന് ഉറപ്പായി. വിഷ്ണുവാണ് വായിച്ചുകൊണ്ടിരുന്നത്, ഞാനിപ്പോൾ മേടിച്ചു സ്ക്രിപ്റ്റ്. എന്നിട്ട് ഞാൻ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് സ്ക്രിപ്റ്റ് വായിച്ചു. എന്നിട്ട് അതിൽ എന്തൊക്കെയാണോ ആ സീനുകളൊക്കെ ഉള്ളത് അതൊക്കെ അഭിനയിച്ച് വായിച്ചു കൊടുത്തു. എന്താണെന്ന് അറിയാമോ, എനിക്കത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു നടൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ അഭിനയിച്ച് കാണിക്കല്ലേ, അത് ഞാൻ എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ്. മമ്മൂക്കും സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്, യമണ്ടം പ്രേമധര ഞങ്ങൾ വായിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ. അപ്പോൾ മമ്മൂക്കയുടെ മുമ്പിൽ നിന്നും പറഞ്ഞല്ലോ, മമ്മൂക്കയുടെ പക്ഷെ വേറെ വ്യത്യാസം ഉണ്ട് കേട്ടോ. മമ്മൂക്കയുടെ ഞാൻ വായിച്ചിങ്ങനെ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായിട്ട് കൈവറച്ചിട്ട് വിഷ്ണുവിൻ്റെ ലഭിച്ചു. അങ്ങനെ എനിക്ക് മമ്മൂക്കേനെ കുറച്ചും കൂടി എന്തോ ഒരു ഐറ്റം കൂടുതലുണ്ട്. പേടിയല്ല മമ്മൂക്കനോട് എല്ലാവരും പറയില്ല മമ്മൂക്കനെ പേടി, അതല്ല സത്യത്തിൽ. അല്ല, ഒരിക്കലും അല്ല. മമ്മൂക്ക ജോവിയൽ മാൻ ആക്ച്വലി, പക്ഷേ അതില് എവിടെ ഒരു ബഹുമാനം കൂടിയിട്ടുള്ള ഒരു ഭയമുണ്ട്. ശരി, ഈ ആക്ടിങ് എന്ന് പറഞ്ഞ ഒരു സ്വപ്നം, ഒരു ആക്ടർ ആവണം എന്ന് വിചാരിക്കുന്നത് ഏകദേശം ഏത് ഒരു പ്രായത്തിലൊക്കെ ആയിരിക്കും? വാത്സല്യം, വിഷ്ണു ലോകമൊക്കെ ഇറങ്ങിയത് ഏത് കൊല്ലമാണ്? ആ കൊല്ലം. ആ പടങ്ങളൊക്കെയാണ് എന്നെ നടനാക്കണം, നായകനാവണം എന്നാണ് എനിക്ക്. അങ്ങനെ അന്ന് ചെറുപ്പത്തിൽ. അന്ന് പിന്നെ നമ്മുടെ പരിമിതികളൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഇങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മളോ നായകൻ വീട്ടിൽ പോയിട്ട് വിഷ്ണു ലോകത്തിൽ മറ്റേ ഇടിവള ഇങ്ങനെ കേറ്റുന്നത്, മിണ്ടാത്തത് എന്തേ പെണ്ണെ. അപ്പൊ 1ാം ക്ലാസ് തൊട്ടുള്ള സ്വപ്നാണ്. പിന്നെ ഈ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ ബിബിൻ ചേട്ടൻ എന്താണ് ഒരു സ്പെഷ്യൽ എഫേർട്ട് എന്താണ് ഇടുന്നത്? അതായത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉണ്ടാവില്ലേ? വർക്കൗട്ടൊക്കെ നടത്തുന്നുണ്ട്, അതൊക്കെ നടത്തുന്നുണ്ട്. സ്പെഷ്യൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 100% സിനിമ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരുത്തരാണ്. എനിക്കും അത്, ഞാൻ വിഷ്ണുവിൻ്റെ കാര്യം പറയാം. ഞങ്ങൾ വേറൊരു ഫോക്കസ് ഔട്ട് ഇതുവരെ സിനിമ അല്ലാതെ ഒരു കാര്യത്തിലും ഞങ്ങൾ വന്നിട്ടില്ല. നിങ്ങൾ ഏത് പ്രായത്തിലാണ് ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്? 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് 12 വയസ്സാണ്. ആണോ? അപ്പൊ ആ സമയത്ത് രണ്ടാളും തീരുമാനിച്ചു ഒരുമിച്ചാന്ന്? അല്ലല്ല, അങ്ങനെയല്ല, സിനിമയാണെന്ന് തീരുമാനിച്ചു. അവൻ പണ്ടേ തീരുമാനിച്ചു, അവനാണല്ലോ ആദ്യം സിനിമയിൽ വന്നത്. അതെ, അല്ല അപ്പൊ വേറൊരു ജോലിനെ പറ്റി ഒന്നും ചിന്തിച്ചില്ല? അപ്പൊ വീട്ടുകാരൊക്കെ അത്രയും സപ്പോർട്ട് ആയിരുന്നു? ഞാൻ പിന്നെ എഡ്യൂക്കേഷണൽ സൈഡിൽ കൂടി ഭയങ്കരമായിട്ട് കൊണ്ടുപോയിരുന്നു. BA ഹിന്ദി, MA ഹിന്ദി, MPhil, B.Ed, ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് എനിക്ക്. അപ്പൊ അത് മാറ്റിയിട്ടുള്ള ഒരു പരിപാടി ഇല്ല? അതൊരു സൈഡിലുണ്ട്. ഞാൻ എറണാകുളം ഗേൾസ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കൊല്ലം അധ്യാപകനായിട്ട്. അത് ശരി. അപ്പൊ അതിന്റെയും സൈഡിൽ കൂടെ ആക്ടിങ് എഴുത്തായിരുന്നല്ലോ. ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നത് എനിക്കറിയാം. ഇപ്പൊ ഒരു പാട്ട് പാടിത്തരുമോ? അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അപ്പോൾ സ്കൂളിലൊക്കെ ഇങ്ങനത്തെ മത്സരങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? പാട്ട് ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ഇട്ട് അവസാനിപ്പിച്ചു. അന്നത്തെ കാലത്ത് പാട്ട് പാടുമ്പോൾ ഭയങ്കര സിമ്പതിയോടെ ആൾക്കാർ ഇങ്ങനെ നോക്കൂ. അപ്പൊ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. ഞാനൊരു വയ്യാത്ത കുട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പാട്ട് പാടുന്നതും കൂടി ആകുമ്പോൾ ഭയങ്കര സിമ്പതി അടിക്കും. അപ്പൊ എനിക്കത് പാട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ മനസ്സിലാവും.
അപ്പം എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ മിമിക്രി തിരഞ്ഞെടുത്തത്. ആ ആളുകളുടെ മുഖത്ത് തന്നെ കാണുമ്പോൾ ചിരി വരെ. ചേട്ടൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും നല്ല ചിമിട്ടം പണി കിട്ടിയിട്ടുണ്ടോ? പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ ഒന്ന് ഓർമ്മ വരുന്നേ പറയോ? നമ്മൾ കൂട്ടുകാരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും, അവർ ചതിക്കുമ്പോൾ ഭയങ്കര പണി കിട്ടും. ഓ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനൊന്നേ പലർക്കും അതിൻ്റെ വില മനസ്സിലാവില്ല. നമ്മൾ ചെയ്തു കൊടുത്തത് മറന്നു പോകും. നമ്മൾ ചെയ്തു കൊടുക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരത് ഓർത്തിരിക്കും. ആ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ നമ്മളെ ബ്ലെയിം ചെയ്യും. അത് നമ്മളറിയും, ഭയങ്കരമായിട്ട് വേദനിക്കും. ചെയ്തു കൊടുത്തവർ 1000 കാര്യം ഉണ്ടാവും, മറന്നു പോകും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ മോശം എന്നാൽ പ്രകൃതിയും യൂണിവേഴ്സും മനുഷ്യരും ഒക്കെ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതാരും ചെയ്യില്ല. അതിനെയാണ് കാരണന്മാർ പണ്ട് ഗുരുത്വമില്ലാത്തവൻ എന്ന് പറയുമല്ലോ. ആ ഗുരുത്വമില്ലാത്തവൻ രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതായിരിക്കും. ഇനിയിപ്പോൾ ഫാമിലിയിലേക്ക് വരികയാണെങ്കിൽ നല്ല മിടുക്കിയായിട്ടുള്ളൊരു മോളുണ്ടല്ലോ, മോൾക്ക് ഇതേപോലെ ആക്ടിങ് അങ്ങനെയൊക്കെ ഇഷ്ടമാണോ? അവള് എല്ലാം ഇങ്ങനെ ഡാൻസ് കളിക്കാനൊക്കെ ഇപ്പം പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. ഞാൻ പിന്നെ മറ്റേ ഭയങ്കര വണ്ടർ ചൈൽഡായിട്ടൊന്നും നല്ല വളർത്തും. ഞാൻ നല്ല കളിയാക്കും. കൊള്ളിലെന്ന് പറയും. അവൾ ചെറുപ്പത്തിൽ പാടുമായിരുന്നേ. മറ്റേ പള്ളിത്തേരുണ്ടോ ആ പാട്ടില്ലേ, അത് കുഞ്ഞിലെ അവള് നന്നായിട്ട് പാടിയോ. അപ്പൊ എനിക്ക് അത് കൊള്ളാലും ഇവള് പാട്ട് പാടിയോ. പക്ഷെ ഇപ്പൊ വലുതായപ്പോ അവള് പാട്ട് പാടിയിട്ട് അങ്ങനെ വർക്കാവുള്ള എന്താ അറിയില്ല. ഇപ്പൊ ഡാൻസ് ആണോ? ഇപ്പൊ ഡാൻസ് ആണ്. ഇപ്പൊ ഭാര്യ ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ശല്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ബാക്കിയുള്ളവർ പോലെ ഇത്ര നേരമായിട്ട് എനിക്കൊരു കോൾ പോലും വന്നിട്ടില്ലല്ലോ, വിളിയില്ല, ബഹളമില്ല. ഞാൻ ആദ്യം അതൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ തിരക്കായിരിക്കും, ഞാൻ മിക്കപ്പോഴും വീട്ടിലുണ്ടാവില്ല, അങ്ങനെ പലതുമാണ്, സിനിമയാണ്, പലതും കേൾക്കും, മറ്റേത് മറിച്ചൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം വില്ലിങ് ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അത് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇതുവരെ എനിക്ക് വേറെ ശല്യമില്ല. അപ്പോൾ സിനിമ റിലീസ് ഡേറ്റ് എന്നാണ്? അപ്പോൾ ശുക്രൻ ഈ വരുന്ന ഫെബ്രുവരി 6-നാണ് റിലീസ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ മാർഗം കളിക്കും ബോംബേതൊക്കെ ശേഷം ഒരു ഫുൾ സ്വിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ്. അതിൽ ചന്തു ആണെങ്കിലും ഷൈനാണെങ്കിലും നസീർക്ക ഞാനൊക്കെ ആയിട്ടുള്ള കോമ്പോയൊക്കെ സൗഹൃദങ്ങളുടെയും കൂടി പടമാണേ. നല്ല സൗഹൃദമുണ്ട്, നല്ല പ്രണയമുണ്ട്, നല്ല ത്രില്ലിംഗ് ആണ്, ഫൈറ്റുണ്ട്. അതൊരു ഫാമിലിക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന എല്ലാ ഉള്ള പടമാണ് ശുക്രൻ. ആ പേര് പോലെ തന്നെ ശുക്രൻ ഉദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങളെല്ലാവരും. ശുക്രൻ ഉദിക്കട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്.